ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 18 തിരുവചനം. ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം 18 തിരുവചനത്തിൽ ഒരു മനുഷ്യൻ യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ, അഥവാ സ്വർഗരാജ്യം, ദൈവരാജ്യം പ്രാപിക്കുവാൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്താണെന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ചിന്ത ഏതോ ചില സൽപ്രവൃത്തികൾ ചെയ്താൽ നിത്യജീവനെ പ്രാപിക്കാം എന്നാണ്. അതുകൊണ്ടായിരിക്കണം അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആ നല്ല പ്രവൃത്തി, അഥവാ ആ സൽപ്രവൃത്തി അതെന്താണ് എന്ന് ചോദിക്കുവാനിടയായത്. സത്യത്തിൽ ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന കാരണത്താൽ എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ അഥവാ സ്വർഗരാജ്യം ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നത് മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ പോലും കറ പിരണ്ട തുണി പോലെ എന്നാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ അനീതി പ്രവൃത്തികൾ എത്ര ഘോരമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിത്യജീവൻ അഥവാ സ്വർഗഭാഗ്യം, ഇത് ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തിയാൽ ഒരു മനുഷ്യനും ലഭ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യന് അസാധ്യമാണ്. അഥവാ മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ മനുഷ്യന് നിത്യജീവൻ അഥവാ സ്വർഗഭാഗ്യം പ്രാപിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഇത് ദൈവപുത്രനായ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം അതിൻ്റെ 27 വാക്യത്തിൽ അതിന് യേശു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. ഇവിടെ മനുഷ്യരാൽ അസാധ്യമായത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ തൻ്റെ പരിശ്രമത്താൽ, അഥവാ തൻ്റെ പ്രയത്നത്താൽ, അഥവാ തൻ്റെ പ്രാർത്ഥനയാകട്ടെ, തൻ്റെ ആരാധനയാകട്ടെ, തൻ്റെ നേർച്ച കാഴ്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, ദൈവത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുമെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്നാണ് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. അതിന് പല കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ പറയുന്നതിലൊന്ന്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം നീ അറിയുന്നുവല്ലോ എന്നാണ് ആദ്യം യേശു ആ മനുഷ്യനോട് പറഞ്ഞത്. അതിന് മറുപടിയായി ആ മനുഷ്യൻ, അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി എനിക്കുള്ള കുറവെന്ന് ചോദിക്കുമ്പോൾ യേശു അവൻ്റെ കുറവ് കണ്ടെത്തുകയാണ്. ആ കുറവ് അവന് സ്വർഗത്തിൽ നിക്ഷേപം ഇല്ല എന്നുള്ളതാണ്. അഥവാ അവൻ്റെ പേരിൽ സ്വർഗത്തിൽ നയാ പൈസ ഇല്ല എന്നർത്ഥം. ദൈവത്തിനു വേണ്ടി അവൻ ഒരു രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ
അത് നിനക്ക് സ്വർഗത്തിലെ നിക്ഷേപമായി മാറും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ യേശു അവനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ വളരെ ദുഃഖിതനായി തീർന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും തിരിച്ചു പോയത് സന്തോഷത്തോടെയാണെങ്കിൽ ഈ മനുഷ്യൻ മാത്രമാണ് യേശു പറഞ്ഞ ഒരു കൽപ്പന അനുസരിക്കാൻ കഴിയാതെ ദുഃഖത്തോടെ തിരിച്ചു പോകാനിടയായത്. അതിനുശേഷം അവിടെ കൂടി നിന്നവരോടാണ് യേശു പറയുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക? മറുപടി, മനുഷ്യരാൽ അത് അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യം. അതേ പ്രിയമുള്ളവരെ, സ്വർഗഭാഗ്യം ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. ആമേൻ. भुजता